വെൽക്കം ബാക്ക്. സോ ഒരു ലോങ് വ്ളോഗ് കൂടി ഇടാൻ വിചാരിച്ചു കേട്ടോ. അതെ, ഞാൻ എന്താണെന്ന് പറയുക, ഇവിടെ വന്ന് നിൽക്കുന്നത് കുറച്ച് വൈറ്റമിൻ ഡി കിട്ടാൻ വേണ്ടി വരും കേട്ടോ. എന്നോട് ഓൾറെഡി ഇതേ ഞാൻ തൈറോയിഡൊക്കെ പ്രോബ്ലം ആയതുകൊണ്ട് എന്നോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടയ്ക്കൊന്ന് രാവിലെ ഇളംവെയിലൊക്കെ കൊള്ളണമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മളെപ്പോഴും നേച്ചറായിട്ട് കണക്റ്റ് ആവാൻ പഠിക്കുക കേട്ടോ. അതായത് ഇത് ഞാൻ പറഞ്ഞ ഡയലോഗല്ല, സത്യം പറഞ്ഞാൽ ഇത് ബി എഡിലൊരു സാറുണ്ട് ഞങ്ങളുടെ അസംബ്ലിക്ക് ഇങ്ങനെ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. നേച്ചറായിട്ട് കണക്റ്റഡ് ആവാൻ നിൽക്കാൻ നമ്മളെന്തെങ്കിലും തോട്ട് ഓഫ് ദി ഡേ പറയുമ്പോൾ പുള്ളിക്കാരൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങളാട്ടോ. അതായത് നേച്ചറായിട്ട് കണക്റ്റ് ആവാൻ നിൽക്കുക എന്നുള്ളത് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഞാൻ അന്നിവിടെ ചേരുമ്പഴം കേട്ടോ. പിന്നെ കാഷ്യൂ നട്ട് പറയുന്നത്, കാഷ്യൂ നട്ട് പറയുന്നത് ഇംഗ്ലീഷിലാട്ടോ. മലയാളത്തിൽ ചേരുമ്പഴം എന്ന് പറയേ. അപ്പോൾ ഇതെല്ലാം ചേരുമ്പഴത്തിൻ്റെ കുരുവൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ എനിക്ക് സപ്പോർട്ട കാണാൻ പറ്റുന്നുണ്ട്. അപ്പുറത്ത് മാങ്ങയുടെ ഇതെല്ലാം പൂവൊന്ന് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാട്ടോ. അത് വീണ്ടും ഒരു ചുവന്ന കളറിലൊരു ചേരുമ്പഴം വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാട്ടോ ചേരുമ്പഴത്തിൻ്റെ മരം. ഇവിടെ ഫുള്ള് മുള്ളായതുകൊണ്ട് മനുഷ്യൻ നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാട്ടോ. എവിടെ വീഴുകയെന്ന് അറിയത്തില്ല. ഇത് ഇവിടെ നിൽക്കുന്ന കേട്ടോ സപ്പോർട്ടയുടെ മരം. ഇത് വന്നിട്ട് ചെറിയ ഇതാട്ടോ. ഞാൻ ഇതിന്റെ അപ്പുറത്തോട്ട് അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടോ ചോദിച്ചാൽ ഒരു തവണ അവിടെ അപ്പുറത്ത് ചെണ്ടുമല്ലിയുടെ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡിന്റെ കൂടെയും പിന്നെ എന്റെ കുഞ്ചുവിന്റെ കൂടെയും ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരിക്കൽ. ഇത് കണ്ടോ, ഇത് ഈ പച്ച കളറില് നോക്കിയേ. ഇതൊരു ചുവപ്പ് കളറാട്ടോ. അത് പക്ഷെ ഇവിടെ എന്തൊക്കെയോ കേട് പോലെ വന്നിട്ടുണ്ട് തോന്നുന്നു. നല്ലതാണോന്ന് അറിയത്തില്ല. ബട്ട് ഇത് ഇവിടെ ഒന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു ചേരുമ്പഴം വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ വന്ന് ഇത് എടുക്കുന്നത് മുഴുവൻ ഐസൂത്തിങ് ആയിട്ടുള്ള കാര്യങ്ങളാട്ടോ. അതായത് കണ്ണിന് കുളിർമ നൽകുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് വന്ന് എടുത്തതാട്ടോ, നിങ്ങൾക്കൊന്ന് കാണിക്കാന്ന് പറഞ്ഞിട്ട്. ഈ മാസം എന്തായാലും ഞാനൊന്ന് വീട്ടിൽ പോകാൻ പ്ലാൻ ഉണ്ട് കേട്ടോ. എനിക്ക് അവിടെ നിന്ന് കുറച്ച് അമ്മ ബാക്കിൽ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നില്ല, ഒരു തുവരപ്പുളിയുടെ കുറച്ച് സാധനങ്ങൾ എന്തൊക്കെയോ വെച്ചിട്ട്. എന്തോ ഒരു സാധനം ഞാൻ അന്ന് റിക്കിയുടെ കൂടെ ഞാൻ എപ്പോഴും പോയി ഇരിക്കുമ്പോൾ ഒരു സംഭവം കാണിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കുറച്ച് സംഭവങ്ങൾ കാണിക്കാന്ന് പറഞ്ഞിട്ടിരുന്നു. ഇപ്പം അവിടെ എന്താ അവസ്ഥ എന്ന് എനിക്കറിയില്ല. എന്തായാലും അവിടെ പോയിട്ടൊന്ന് ചുറ്റും ഒന്ന് നോക്കണം എന്നുണ്ട് കേട്ടോ. എന്തായാലും വീട്ടിലേക്ക് പോകാനൊരു പ്ലാനൊക്കെ ഉണ്ട്. ഒരു ഡേറ്റ് കറക്റ്റ് കിട്ടുമ്പോൾ എന്തായാലും ഒന്ന് പോകണം. ഈ സൈഡ് ഞാനിവിടെ ലാസ്റ്റ് ഇയർ വന്ന സമയത്ത് ഇവിടെ ഉഴുന്നിൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എന്തോ യെല്ലോ കളറിൽ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ട്. ഇതെന്താന്ന് ഇത് നമ്മൾ ഈ പാടത്തും വരമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സാധനം കാണാൻ പറ്റും കേട്ടോ. ഇതേ കണ്ടോ. പറയട്ടെ, ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് ആക്ച്വലി അറ്റ്ലീസ്റ്റ് എൻ്റെ പാർട്ട്ണറിൻ്റെ കൂടെ ഒരു ഫോട്ടോ എങ്കിലും കിട്ടിയതെന്ന് പറയുന്നത് ഇവിടെ വന്ന് നിന്നിട്ടാട്ടോ. കല്യാണം കഴിഞ്ഞ ഒരു 2-3 കപ്പിൾ ഫോട്ടോസ് ഒരു നല്ല ആംബിയൻസിൽ എടുക്കാൻ പറ്റുന്നില്ല. ഈ തെങ്ങെല്ലാം ഹൈഡ് ചെയ്തിട്ടാട്ടോ അത് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ആ ക്യാമറമാനൊക്കെ എഡിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എൻ്റെ ഫോണിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. എനിക്ക് അത്ര ഇഷ്ടമുള്ള ഫോട്ടോസ് എൻ്റെ കൂട്ടത്തിൽ ഏതാ ചോദിച്ചാൽ അത് തന്നെയാണ് കേട്ടോ. അത്ര ഇഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യലായിട്ട് എടുത്തുന്നതാണേ. ഇല്ല, ഇതിന് അപ്പുറത്തോട്ട് ഫുള്ള് തോടാട്ടോ. അതായത് വെള്ളം, ഈ തോടില്ല, വെള്ളം ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് അത്രയ്ക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കാം. ബട്ട് അവിടെ അങ്ങനെ പോയി നോക്കി നല്ല കൂളിങ് കിട്ടുന്നുണ്ട്, നല്ല തണുപ്പൊക്കെ കിട്ടാറുണ്ട്. ഞാൻ കുറച്ചു നേരം വെയിൽ കായാൻ വേണ്ടി വന്നതാട്ടോ. ഇവിടെ എന്ത് ഭംഗിയാ നോക്കി ഇവിടെ മൊത്തം. ഇത് വീഡിയോയിൽ എത്രത്തോളം എഫക്റ്റീവ് ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇവിടെ നിൽക്കുമ്പോൾ എന്തൊരു സുഖമാണെന്നറിയോ. അയ്യോ, ഇത് അവിടെ വെള്ളമൊക്കെ പോകുന്നുണ്ട് കേട്ടോ മോട്ടറിൽ. ഇതാണ് ഒരു സിൽവർ കളറിലൊരു സംഭവം ഉണ്ടാവും. നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ കാണാൻ. ഇത് നിങ്ങൾ തൊട്ടാവാടി എന്ന് പറഞ്ഞിട്ടൊരു ചെടി കണ്ടിട്ടുണ്ടോ? അതായത് നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അത് വാടും. കണ്ടോ, വാടുന്നത് കാണുന്നില്ല കേട്ടോ. നല്ല അടിപൊളി ക്യാമറ ആയതുകൊണ്ട്. ഇതെന്താ വാടാത്തേ? ഓക്കെ, ഇത് വാടുന്നുണ്ട്. എല്ലാം തൊട്ട് വിടാട്ടോ ഞാൻ. ഇത് കുറച്ചൊക്കെ വാടി ഉള്ളിലോട്ട് പോയിട്ടുണ്ട്. തൊട്ടാവാടി. ഈ പൂവില്ലേ, ഈ പിങ്ക് കളർ പൂവ്, ഇതൊരു നൊസ്റ്റാൾജിയ കേട്ടോ. കാരണം ഇതിന്റെ പേരെന്താന്ന് അറിയാതെ പണ്ട് ഞാനും ചിന്നു, മിന്നു, ചേച്ചിയൊക്കെ കൂടെ ഇങ്ങനെ ചോദിക്കുക. ഞങ്ങളുടെ അമ്മയുടെ വീടിന്റെ അവിടെ ഈ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതെന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചപ്പോൾ അന്ന് അവിടെ അമ്മമ്മ പറഞ്ഞത് ഞങ്ങൾക്ക് അറിയത്തില്ല, പേരൊന്നും അറിയില്ല, അതിന്റെ തൊട്ടാവാടിന്റെ പൂവ് അങ്ങനെയൊക്കെ കേട്ടോ പറയാ. ഇതിന്റെ ചൂട് കൂടി വരുന്നുണ്ട്. ഞാൻ ഒന്ന് ക്യാമറ പോസ് ചെയ്തിട്ട് ഒന്ന് വീട്ടിലേക്ക് പോട്ടെ കേട്ടോ. അവിടെ ഇതുപോലെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ നോക്കട്ടെ. വലയാട്ടോ ഇത്. എനിക്ക് തോന്നുന്നത് കേട് വന്നതാണോ അറിയത്തില്ല.
ഇവിടെ എപ്പോഴും മീൻ പിടിക്കാൻ അച്ഛൻ പോവാറുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഫുഡ് ചില സമയത്ത് ലഞ്ചിന് ഫുഡൊക്കെ ആയിട്ട് ഇവിടെ ഫ്രഷ് ആയിട്ട് മീനൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. നോക്കിയേ, ഇതിൽ മാങ്ങയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഭയങ്കര പുളിപ്പ് കൂടുതലായതുകൊണ്ട് ഇപ്പൊ തന്നെ നമ്മളൊന്നും എടുക്കത്തില്ല കേട്ടോ. അത് ലെഫ്റ്റ് കണ്ണിൽ ചെറിയൊരു വീക്കം വന്നിട്ടുണ്ട് കേട്ടോ. അത് ഫുള്ള് റെഡായി പോലെ വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് നോട്ട് ചെയ്യുമായിരുന്നേ, എന്താ പറ്റിയെന്ന് അറിയില്ല കേട്ടോ. ഭയങ്കരമായിട്ട് റെഡായി പോലെ വരുന്നുണ്ട്. തീരെ വയ്യാ തോന്നുന്നു കേട്ടോ. അവന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ആളിതേ കൂട്ടുന്ന സ്ഥലം മാറിയിട്ട് അവിടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പം പിന്നെ ഭയങ്കര സൈലൻ്റ് ആയിട്ടിരിക്കുന്ന ഒരു കുട്ടിയാട്ടോ. നല്ല കുട്ടി, അതുകൊണ്ട് അധികം ഡിസ്റ്റർബ് ചെയ്യാനൊന്നും പോകില്ല കേട്ടോ. നല്ല പാവം കേട്ടോ ടോഗോ. ഗൈസ്, ഞാൻ എൻ്റെ വ്ളോഗ് ചെറിയൊരു ഷോർട്ടായിട്ട് ഇതിപ്പോൾ നിർത്തുക കേട്ടോ. കുറച്ച് ടൈം കൂട്ടിയിട്ടുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ടൈം കൂട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇടാം കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ, ഫ്രീക്വൻ്റ് ആയിട്ട് ഇത് ഞാൻ ഇട്ട പോലെ വീഡിയോസ് കണ്ടിന്യൂസ് ഇടരുത് കേട്ടോ. വീക്ക്ലി വൺസ് ഒരു വീഡിയോ ഇട്ടാലാണ് വ്യൂസ് കൂടുള്ളൂ കേട്ടോ. ബട്ട് എനിക്ക് എന്തോ കുറച്ച് ടൈമിൻ്റെ കാര്യം കൊണ്ടാണ് ഞാൻ എല്ലാം അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എന്ന് ഓർത്തിട്ട് പെട്ടെന്ന് ഫ്രീക്വൻ്റ് ആയിട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോണ്ടന്റ് ക്രിയേഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് കാര്യം, വീക്ക്ലി വൺസ് ഒരു വീഡിയോ അല്ലെങ്കിൽ 2 ഷോർട്സ് വീതം, അതായത് മാക്സിമം ഷോർട്സ് തന്നെ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീച്ച് കൂട്ടാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ നോക്കിക്കോളൂ കേട്ടോ. അതായത് അതിപ്പോൾ ഒരു ട്രെൻഡാണ്. അതായത് കോണ്ടന്റ് ക്രിയേഷനിൽ വരുന്നൊരു ട്രെൻഡാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത്, കോണ്ടന്റ് ക്രിയേഷനിൽ എഡിറ്റിംഗ് പറയുന്നത് ഒരു ബേസിക് സ്കില്ലാണ്. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ആളേ അല്ല. അപ്പോൾ ഇത് നമ്മൾ എഡിറ്റിംഗ് പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, അത് ചെയ്ത് തന്നെ പഠിക്കുക. അതായത് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് വീഡിയോസ്, അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഉണ്ടല്ലോ, അതുപോലെ തന്നെ നോക്കി ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും കോണ്ടന്റ് ക്രിയേഷനിലേക്ക് വരാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഇതിൽ വന്നോളൂ കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇതിവിടെ ക്ലോസ് ചെയ്യുക കേട്ടോ. ഇനി ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടംപോലെ വീഡിയോസ് ഓൾറെഡി നിങ്ങളുടെ ഫോണിൽ വെക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫോണിൽ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇടയ്ക്കിടയ്ക്ക് ഡീക്ലട്ടർ ചെയ്യുക. അതായത് എപ്പോഴും അല്ല, ഇടയ്ക്കിടയ്ക്ക് ഡീക്ലട്ടർ ചെയ്യുക കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാക്സിമം സ്റ്റോറേജ് കുറച്ചൊന്ന് ഇതാക്കാൻ പറ്റും കേട്ടോ. എനിക്ക് ഈ ഫോണിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് ഡീക്ലട്ടർ ചെയ്യാറുണ്ട്. കുറച്ചൊരു വൺസിനെ മന്തൊക്കെ ഡീക്ലട്ടർ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ചെയ്യാൻ നോക്കും കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗ് ഇവിടെ നിർത്തുക കേട്ടോ. അത് ബാക്കിൽ തേക്കുമരം ഒരു ഹെൽമെറ്റൊക്കെ ഇട്ടിട്ടിരിക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ. ഇവിടെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാട്ടോ. ബാക്കിൽ നിന്ന് ഇങ്ങനെ വെയിലൊക്കെ അടിക്കുമ്പോൾ എനിക്കിത് സത്യം പറഞ്ഞാൽ അത് ഇന്ന് കുറച്ച് വൈറ്റമിൻ ഡി കിട്ടിയതിൻ്റെ ഒരു ഹാപ്പിനെസ് ആട്ടോ. അപ്പോൾ അത് ഇത്രയുള്ളൂ വീഡിയോ. അപ്പോൾ stay tuned for more videos and like, share and subscribe. Thank you.